നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. ജൂതന്മാർ തൊട്ടതിലെല്ലാം നാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വയം നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ. സർവ്വവിധ സന്നാഹങ്ങളും നോക്കുകുത്തിയായി മാറുന്ന അധപ്പതിക്കുന്ന കാഴ്ചകൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ ജൂതരാജ്യത്ത് സംഭവിച്ച കാട്ടുതീയിൽ ഏക്കറുകളാണ് അഗ്നിക്കിരയായത്. ജൂത പട്ടാളം നെട്ടോട്ടമോടി ഭയവിഹുലരായി തീർന്നു. എന്നു മാത്രമല്ല, ആ കാട്ടുതീയിൽ ജൂതന്മാരുടെ കാവൽ വൃക്ഷമാണ് കത്തി ചാമ്പലായത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പരിചയപ്പെടുത്തിയ ജൂതന്മാരുടെ വൃക്ഷം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സമാഗതനാകുമ്പോൾ ദജ്ജാലിനെയും ജൂതന്മാരെയും ഉന്മൂലനം ചെയ്യപ്പെടും. അന്ന് ജൂതന്മാർ ഒളിച്ചിരിക്കുന്ന കല്ലും മണൽത്തരികളും മരങ്ങളും, ഇതാ ഇതിന്റെ പിന്നിൽ, ഞങ്ങളുടെ പിന്നിൽ ഒരു ജൂതൻ ഒളിച്ചിരിക്കുന്നു, അതുകൊണ്ട് സത്യവിശ്വാസി ഇവനെ ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്നതാണ്. എന്നാൽ ഷജറത്തുൽ ഗർഖദ് ഒഴികെ, ഗർഖദ് എന്ന് പറയുന്ന ജൂതന്മാരുടെ വൃക്ഷമൊഴികെ, അത് അവരെ സംബന്ധിച്ച് വിളിച്ചു പറയുന്നതല്ല. അതുകൊണ്ട് തന്നെ ജൂതരാജ്യത്ത് ഇന്നവർ ആ വൃക്ഷങ്ങൾ അധികമായി നട്ടുപിടിപ്പിക്കുന്നു. അവരുടെ ദേശീയ വൃക്ഷമായി അതിനെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ കാട്ടുതീയിൽ അവരുടെ ഏക്കറുകളാണ്, ഷജറത്തുൽ ഗർഖദിന്റെ ഏക്കറുകളാണ് കത്തിച്ചാമ്പലായത്. അതെ, വഫൗക കുല്ലി ദീ ഇൽമിൻ അലീം, എല്ലാ അറിവുള്ളവരുടെ മേലും സർവജ്ഞനായ ഉടമസ്ഥനായ റബ്ബുണ്ട്. വമകറു വമകറല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ. അവർ തന്ത്രം മെനഞ്ഞു, അല്ലാഹുവും തന്ത്രം മെനഞ്ഞു. അല്ലാഹുവിന്റെ തന്ത്രമാണ് വിജയിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമികളെ പരാജയപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു